രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. കർത്താവിൽ പ്രിയരെ, പല ദിനങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന നോമ്പിൻ്റെ ധ്യാന ചിന്തകളിൽ ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന തിരുവചന ഭാഗം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 5-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള ഭാഗങ്ങൾ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 5-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള ഭാഗങ്ങൾ. അത് വായിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇളയവനായ അടിയൻ്റെ വായിലെ വാക്കുകളും പലയിടങ്ങളിലായിരുന്നു കേൾക്കുകയും ചെയ്യുന്ന എല്ലാവരുടെ ഹൃദയത്തിലെ വിചാരങ്ങളെയും അവിടുത്തേക്ക് പ്രസാദമായിരിക്കുമാറാകണമേ. ആമേൻ. ഈ ഭാഗം ഇപ്രകാരമാണ്: അവൻ അതിന് വേലി കെട്ടി അതിലെ കല്ല് പെറുക്കിക്കളഞ്ഞു, അതിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു, നടുവിൽ ഒരു ഗോപുരം പണിതു, ഒരു ചക്ക് വിട്ടു. മുന്തിരിങ്ങ കായ്ക്കുമെന്ന് അവൻ കാത്തിരുന്നു, കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ. ആകയാൽ യെരൂശലേം നിവാസികളും യഹൂദാ പുരുഷന്മാരുമായുള്ളവരെ, എനിക്കും എൻ്റെ മുന്തിരിത്തോട്ടത്തിനും മധ്യേ വിധിപ്പിൻ. ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിലെന്ത് ചെയ്യുവാനുള്ളൂ? മുന്തിരിങ്ങ കായ്ക്കും എന്ന് ഞാൻ കാത്തിരുന്നാറെ അത് കാട്ടുമുന്തിരിങ്ങ കായ്ച്ചതെന്ത്? പ്രിയരെ, നമ്മളൊരു പച്ചക്കറി കൃഷി അല്ലെങ്കിൽ ഒരു ചെറിയ അടുക്കളത്തോട്ടം ഉണ്ടാക്കിയിട്ട് ഓരോ ദിവസവും അതിൻ്റെ നാമ്പെടുക്കുന്നതും അതിൻ്റെ വളർച്ചയും കണ്ട് സന്തോഷവും തൃപ്തരുമായിരിക്കുമ്പോൾ അത് പുഴുകുത്തി പോവുകയോ അല്ലെങ്കിൽ കായ്ഫലം ഉണ്ടായപ്പോൾ മുരടിച്ചു പോവുകയോ ചെയ്താൽ മനുഷ്യരായ നമ്മുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? എന്തുമാത്രം വെള്ളം കോരി നനച്ചു, വളമിട്ടു, ഒരു പ്രയോജനവും ഉണ്ടായില്ല. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറയുന്ന തോട്ടക്കാരനായ പിതാവിൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? ചിന്തിച്ച് നോക്കുക. നല്ല മുന്തിരിങ്ങ കായ്ക്കുമെന്ന് ആഗ്രഹിച്ചിരുന്നിട്ട് ഉണ്ടായതോ കാട്ടുമുന്തിരിങ്ങ. പ്രിയമുള്ളവരെ, ഈ നോമ്പ് കാലത്ത് നല്ല ഫലം കായ്ക്കത്തക്ക വിധം നമ്മെ തന്നെ ഒന്ന് ചെത്തി വെടിപ്പാക്കാം. ദൈവപ്രകാശം നമ്മിൽ പതിക്കട്ടെ. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുന്നത് പോലെ അധരങ്ങൾ കൊണ്ടല്ല, ഹൃദയം കൊണ്ട് കർത്താവിനോട് അടുത്തിരിക്കുവാനുള്ള സമയമാണ് ഈ നോമ്പ് കാലം. കർത്താവിനോട് ചേർന്നിരുന്ന് പരിപൂർണ വിശ്വാസത്തോടെ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കേൾപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ ചെവി മന്ദമായിട്ടില്ല. നമ്മുടെ ചെറുതും വലുതുമായിട്ടുള്ള പാപങ്ങൾ മാത്രമാണ് ദൈവമുഖത്തെ നമ്മിൽ നിന്നും മറയ്ക്കുന്നത്. ഉദാഹരണമായി, ഈയിടെ കേൾക്കാനിടയായ ഒരു സംഭവം ഞാൻ പറഞ്ഞ് ഈ ചിന്ത ഇവിടെ അവസാനിപ്പിക്കാം. കായംകുളം പ്രദേശത്ത് 45 ക്ഷേത്രങ്ങളിൽ പൂജ നടത്തുന്ന ഒരു പൂജാരി ഉണ്ടായിരുന്നു. കുടുംബസഹിതം താമസിച്ച് പൂജാവിധികൾ മുടക്കം കൂടാതെ ചെയ്തുകൊണ്ടിരുന്നു. എല്ലാ ക്ഷേത്ര പരിസരങ്ങളിൽ സമ്മതനും തൃപ്തനുമായിരുന്നു. എന്നാൽ തുടർച്ചയായ വയറുവേദനയും വിശപ്പില്ലായ്മയും ആ പൂജാരിയെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. എങ്കിലും പൂജാകാര്യങ്ങൾക്ക് തടസ്സമുണ്ടായില്ല. എന്നാൽ വേദന അതികഠിനമായപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു. വിശദമായ പരിശോധനയിൽ ലിവർ സിറോസിസ് ആണെന്നും സീരിയസ് അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു, തക്കതായിട്ടുള്ള പരിഹാരം കണ്ടില്ലെങ്കിൽ കൈവിട്ടു പോകുമെന്നും ഡോക്ടർ മുന്നറിയിപ്പ് നൽകി. അങ്ങനെ തക്ക പരിഹാരം കാണുന്നതിന് കയ്യിലുണ്ടായിരുന്ന പണമൊക്കെ ചിലവഴിക്കാൻ തുടങ്ങി. പൂജാകർമ്മങ്ങളും ഇടയ്ക്കൊക്കെ മുടങ്ങാൻ തുടങ്ങി. സമ്പാദ്യമൊക്കെ ഇളകിയപ്പോൾ കുടുംബകാര്യങ്ങളിലും പ്രശ്നമായി തുടങ്ങി. ഓരോ ദിവസം കഴിയുന്തോറും നില വഷളായി മാറിക്കൊണ്ടിരുന്നു. അങ്ങനെ ഈ വിശ്വസ്തനായ പൂജാരിയുടെ കരൾ മാറ്റിവെക്കാതെ രക്ഷയില്ലെന്ന അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി.
ജോലിയും വരുമാനവും എല്ലാം നിലച്ചു. മക്കളുടെ വിദ്യാഭ്യാസമെല്ലാം പരുങ്ങലിലായി. ഭർത്താവിനെയും മക്കളെയും കരുതുവാനുള്ള ചുമതല ഭാര്യയുടെ ചുമതലയിലായി. ഭാര്യ അന്താളിച്ച് നിൽക്കുകയാണ്. എന്ത് ചെയ്യും? എങ്ങനെ കാര്യങ്ങൾ മുൻപോട്ട് പോകും? 45 ക്ഷേത്രങ്ങളിൽ പൂജാരിയായി സേവനമനുഷ്ഠിച്ച ഈശ്വരവിശ്വാസിക്ക് പലരുടെയും സഹായം ലഭിച്ചു. എന്നാൽ എത്ര നാൾ? കരൾ മാറ്റിവെക്കാൻ ലക്ഷങ്ങളുടെ ചെലവുണ്ട്. മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ എല്ലാവരും കൈവഴിഞ്ഞു. ഈ പൂജാരിയുടെ ദയനീയ അവസ്ഥയിൽ കണ്ണുനീരോടെ ഭാര്യയും മക്കളും ഇയാൾ പൂജ ചെയ്ത ക്ഷേത്രങ്ങളിൽ മാറി മാറി നിലവിളിച്ച് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്തു. എങ്കിലും കണ്ണു തുറക്കാത്ത, ചെവി കേൾക്കാത്ത ദൈവങ്ങളിൽ നിന്നും യാതൊരു മറുപടിയും ഉണ്ടായില്ല. ഇപ്രകാരം ഒരു ദിവസം ഒരു ക്ഷേത്ര ദർശനം കഴിഞ്ഞ് നിരാശയായി മടങ്ങി വരുന്ന സമയത്ത് തിരുവചനവും കയ്യിൽ പിടിച്ച് ദേവാലയത്തിൽ നിന്നും വരുന്ന ഒരു പ്രായമായ നല്ല മുഖശോഭയുള്ള ഒരു അമ്മയെ കാണുവാനിടയായി. കരഞ്ഞ് കരഞ്ഞ് കലങ്ങിയ കണ്ണുകളിലേക്ക് ഈ അമ്മ നോക്കിയിട്ട്, എന്താ മകളെ, നീ എന്തിനാണ് ഇങ്ങനെ ഇത്രമാത്രം കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ നിയന്ത്രണം വിട്ട് കണ്ണുനീരോടെ അത്യാസന്ന നിലയിൽ കഴിയുന്ന തൻ്റെ ഭർത്താവിനെക്കുറിച്ചും 45 ക്ഷേത്രങ്ങളിലെ പൂജാരിയായിരുന്നൊക്കെയുള്ള വിവരങ്ങൾ എല്ലാം പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞ് ഈ അമ്മ പറഞ്ഞത്, മകളെ, ഇത്രയും ദൈവങ്ങളെ നിങ്ങൾ ആരാധിച്ചല്ലോ, എന്നാൽ നീ വിശ്വാസത്തോടെ കർത്താവായ യേശുക്രിസ്തു എന്ന ദൈവത്തോടും നിൻ്റെ വിവരങ്ങളൊന്ന് പറഞ്ഞേ. ജീവനുള്ള ദൈവം നിൻ്റെ പ്രാർത്ഥന കേൾക്കും. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വവും കാണുവാൻ ഇടയാകും. ഈ അമ്മയുടെ മുഖശോഭയും അവരുടെ വാക്കും ഈ പൂജാരിണിയെ ചിന്തിപ്പിക്കുവാൻ തുടങ്ങി. പല സ്ഥലങ്ങളിൽ വെച്ച് യേശു എന്ന ദൈവത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, എന്നാൽ ഒരു പ്രധാന പൂജാരിയുടെ ഭാര്യ എങ്ങനെ വിശ്വസിക്കും? എന്തായാലും അന്ന് അവർ ഹോസ്പിറ്റലിൽ അത്യാസന്ന നിലയിൽ കഴിയുന്ന തൻ്റെ ഭർത്താവിനോട് വിവരങ്ങൾ പറഞ്ഞു. അപ്പോൾ ഭർത്താവിൻ്റെ മറുപടി പൊട്ടി, 45 ക്ഷേത്രങ്ങളിലെ ദൈവങ്ങളെയും മന്ത്രോച്ചാരണവും ചെയ്യുന്ന ഞാൻ അറിയപ്പെടാത്ത ഒരു യേശുവിനെ എങ്ങനെ ആരാധിക്കും? എങ്ങനെ വിശ്വസിക്കും? നീ മറ്റു വല്ല കാര്യമുണ്ടെങ്കിൽ പറ. വളരെ ചുരുക്കി പറയട്ടെ, അന്ന് രാത്രി ഈ പൂജാരിയുടെ കരളിലേക്കുള്ള ഒരു ഞരമ്പ് പൊട്ടി. അദ്ദേഹത്തെ വെന്റിലേറ്ററിലേക്ക് മാറ്റി. ഏതു സമയത്തും ജീവൻ പറന്നു പോകാം. പ്രിയമുള്ളവരെ, ഈ പൂജാരി തൻ്റെ ഭാര്യയോട് അയാൾ യേശുക്രിസ്തുവിനെ കുറിച്ച് അങ്ങനെ മറുപടി പറഞ്ഞുവെങ്കിലും വെന്റിലേറ്ററിലെ കിടക്കയിൽ ചിന്തിച്ചത്, ഞാൻ ഇത്ര നാളും ഇത്രയും ദൈവങ്ങളെ ആരാധിക്കുകയും ധൂപം കാട്ടി മന്ത്രോച്ചാരണങ്ങൾ ഉരുവിട്ടിട്ടും ഒരു ദൈവങ്ങളും എൻ്റെ ജീവൻ പോകാൻ സമയമായിട്ടും ഒരു കരുണയും കാണിക്കുന്നില്ലല്ലോ. ഈ സമയത്ത് ഐസിയുവിന് വെളിയിൽ മുട്ടിന്മേൽ നിന്ന് കണ്ണുനീരോടെ തൻ്റെ ഭർത്താവിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്ത്രീയെ ആ ഹോസ്പിറ്റലിൽ വരികയും പോവുകയും ചെയ്യുന്ന എല്ലാ ആളുകളും കാണുന്നുണ്ടായിരുന്നു. ഹൃദയം നുറുങ്ങിയുള്ള യേശുക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു സ്ത്രീയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. വെന്റിലേറ്ററിൽ ചലനമറ്റ് കിടന്ന ശരീരം ഒന്നനങ്ങി. 45 ക്ഷേത്രങ്ങളിലെ പൂജാരി കണ്ണ് കാണുന്ന, ചെവി കേൾക്കുന്ന ജീവനുള്ള ദൈവത്തെ കണ്ടു. ജീവനും മരണത്തിനും ഇടയിലായിരുന്ന പൂജാരി ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായി. എന്നാൽ മരണക്കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് ജീവനുള്ള ദൈവത്തിൻ്റെ വേലക്കാരനായപ്പോൾ പൂജാരിയായിരുന്നപ്പോഴുള്ള മിത്രങ്ങളും ബന്ധുക്കളും ശത്രുക്കളായി. സമുദായ വിരുദ്ധനായി തീർന്നു. നിന്നെ ഞങ്ങൾ കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ ആ ദാസൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു, ഞാൻ മരിച്ചവനായിരുന്നു. ഞാൻ സർവ്വദൈവങ്ങളെയും വിളിച്ചപേക്ഷിച്ചിട്ടും ഒരു ദൈവങ്ങളും കാണുകയോ കേൾക്കുകയോ ചെയ്തില്ല. എൻ്റെ സർവ്വയാതനകളെയും കണ്ടു മനസ്സിലാക്കിയ ജീവനുള്ള ദൈവത്തിൻ്റെ ജീവനാണ് ഇപ്പോൾ എന്നിലുള്ളത്. നിങ്ങൾ എന്നെ കൊന്നാലും സാരമില്ല. ജീവിക്കുന്നെങ്കിൽ ആ ജീവനുള്ള ദൈവത്തെ ഞങ്ങൾ കുടുംബമായി ആരാധിക്കും. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ഈ നോമ്പ് കാലത്തിൽ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കാം. ജീവനുള്ള ദൈവത്തിൽ പരിപൂർണമായിട്ട് വിശ്വസിക്കാം. നോമ്പ് കാലത്ത് മാത്രമല്ല, എന്നെന്നും എല്ലാറ്റിനുമായി സ്തോത്രം ചെയ്യാം.
സമസൃഷ്ടികളെയും ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. സർവയാതനകളെയും ചൊല്ലുക, കേൾക്കും താതനെന്നും തൻ്റെ മക്കളെ. പോകുക തൻ തിരുസന്നിധാനത്തിൽ, നൽകിടുക മർത്യമാനസങ്ങളെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം.